ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനൊരു സാധനം വാങ്ങി. എന്താണെന്നറിയോ? ഈ മുട്ടത്തലയിലെ മുടിയൊക്കെ ചുമ്മാ ആയിട്ട് തൂത്ത് കളയുക. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ അവരുടെ കയ്യിലൊരു മിഷ്യൻ എന്ന് വെക്കുന്ന ഒരു മിഷ്യനില്ലേ, അത് വെച്ച് ഇങ്ങനെ തെളിച്ചങ്ങ് വെട്ടുമ്പോൾ നമുക്കിഷ്ടപ്പെടുകയല്ല. നമുക്ക് ചിരിപിടിയൊക്കെ നീണ്ടു നിൽക്കണം, എന്നാലേ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് എന്ത് കഴിയുമ്പോൾ അന്നത്തെ ബുദ്ധിമുട്ടൊക്കെ വെച്ച് മുഴി പറ്റ വെട്ടിയിലേക്കാറുന്നവർ നല്ല പൊട്ടിക്ക് വരും. അത് തന്നെയല്ല ബാർബറോട് പറയും, ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ, അത് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അത് അവൻ വരുമ്പോൾ അവൻ്റെ മുടി നന്നായിട്ട് പാറ്റയൊക്കെ വരും. കുടുംബത്തിൻ്റെ തന്നെയാണ്. അന്നത്തെ കാലത്തൊക്കെ നമ്മൾക്ക് ഒരു ബാർബർ എന്നൊക്കെ പറയുന്നത് കുടുംബത്തൊഴിലാണ്. അത് നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് വന്ന് ഇരുന്നൊക്കെ ചെയ്യും. അപ്പോൾ കടയൊക്കെ ആയി തുടങ്ങിയാൽ പിന്നെയാണ് കടയിലേക്ക് പോകുക. അത് മുമ്പ് അങ്ങനെ അതിൻ്റെ വീട്ടിൽ പോകുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരികയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി കടകളുണ്ട്. എങ്കിലും ഇപ്പോൾ അതും അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തൊഴിലൊക്കെ ചെയ്യാൻ ആൾക്കാർ ഇല്ലാതെ വരികയാണ് പലയിടത്തും. എന്നാൽ അതൊക്കെ അതിൻ്റെ മറ്റൊരു മേഖലയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കത്തിയൊക്കെ നമ്മൾ ഈ കൊല്ലിൻ്റെ ആല, പണ്ടൊക്കെ മുക്കിനും മൂലയിലും ഓരോ കൊല്ലിൻ്റെ ആലയൊക്കെ കാണാമായിരുന്നു. ഇന്നിപ്പോൾ കൊല്ലിൻ്റെ ആലകൾ പോലും ഇല്ല. കാരണം കത്തിയൊക്കെ ഇപ്പോൾ എല്ലാം റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ അത് ഓരോരുത്തർ രാഗി മിനുക്കി മൂർച്ച കൂട്ടുന്നു, കാഴ്ച എടുക്കുന്നതോ കത്തി പണിയിക്കുന്നതോ ഒന്നും ഇപ്പോൾ ഒരു രീതി അല്ലാണ്ട് ആരും ഇല്ലാണ്ടായി. ആ തൊഴിലൊന്നും പഠിക്കാൻ ആർക്കും ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതല്ല. അപ്പം മെഷീൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ മുടിവെട്ടും എല്ലാം മെഷീനും ആയി മാറുമെന്നായിരിക്കും. മെഷീനാണ് അതും ഇനിയിപ്പോൾ അതുപോലെ ആയി മാറുമെന്നായിരിക്കും തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആ മെഷീൻ ഒരെണ്ണം വാങ്ങി 3-4 മുടി വെട്ടുന്നതിന് 100-120 രൂപ കൊടുക്കുന്നത് എങ്ങനെയെന്ന് തോന്നിയപ്പോൾ എനിക്കൊരു വിഷമം. എന്നാൽ പിന്നെ ഇതൊന്ന് മേടിക്കാമെന്ന് വെച്ചു. ഇതൊരെണ്ണം മേടിച്ചു. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു സാധനമില്ല കേട്ടോ. ഒരു നമുക്ക് തന്നേക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീനും അതിൻ്റെ ഒരു ചാർജറും മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല. പിന്നെ അതിൻ്റെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാമ്പുകളും തന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയൊരു അത് 2 എണ്ണമാണ്. ഈ 2 ഉള്ളൂ. മുടി ഇതിനനുസരിച്ച് നമുക്ക് നീട്ടം കൂട്ടാനൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ അവർ തന്നേക്കുന്ന ഒരു സാധനം ഇതാണ് ചാർജർ. പിന്നെ ഇതിനകത്ത് ഒഴിക്കാനുള്ളൊരു ഓയിൽ. എന്തായാലും ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സാധനമാണ്. നമുക്ക് മുടി വെട്ടാനൊക്കെ പറ്റുന്നതാണ്. ശരിക്കും കുണ്ടവനും താടിയൊക്കെ ഉള്ളവർക്ക് താടി വെട്ടാനും മുടി വെട്ടാൻ. പക്ഷേ എനിക്കിത് പറ്റാണ്ടായേക്കുക. കാരണം ഈ സാധനം വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഇത് വെട്ടും? ഇതില്ലാതെ കണ്ണും കിട്ടും, കാഴ്ചയും കിട്ടിയാൽ. അപ്പോൾ ഇത് മാറ്റിയാലല്ലേ നമുക്കിത് വെട്ടി സൈഡൊക്കെ വെട്ടി ഒതുക്കി എടുക്കാനാവുള്ളൂ. അതിപ്പം മേടിച്ചപ്പോഴേ ഞാൻ 2 മാസമായി, 2 മാസം കഴിഞ്ഞു കേട്ടോ. ഞാൻ മേടിച്ചപ്പോഴേ ഞാനിത് അറിയത്തില്ല, നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ആ പുറത്ത് പോയി നിന്നിട്ട് ശരിക്കും അങ്ങോട്ട് പിടിച്ചു ഈ മെഷീൻ. ഇങ്ങനെ അതിൻ്റെ ഒന്നുമില്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റ് സാധനമൊന്നുമില്ലാതെ ഞാനിങ്ങനെ എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മുട്ട പോലെ ആക്കി. നല്ല രസമായിരുന്നു കേട്ടോ മുട്ട. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വടിച്ച് ഇങ്ങനെ ക്ലിയറായിട്ട് എടുക്കണമെങ്കിൽ അതിനും ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു സാധനമുണ്ട് സൈഡിൽ എടുക്കാവുന്ന. അത് ഇതിനില്ല, അതിനൊക്കെ വില കൂടും. അപ്പം ഞാനിത് ഒരെണ്ണം ഒന്ന് മേടിച്ചു. അത് നല്ല ഗ്യാരണ്ടി, 2 വർഷത്തെ വാറണ്ടിയുള്ള സാധനം കേട്ടോ. നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ലാത്ത സംഭവമാണ്. കണ്ണറിയാവുന്നവർക്കൊക്കെ ഇത് നല്ലതാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആണ് ചെയ്യൽ. കാരണം കൂടുതൽ കാശ് കൊടുത്താലേ അവർക്കൊരു സമാധാനമാണ്. അത് ഈ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ചേർത്തങ്ങളുള്ള ഇവിടെ വരെയൊക്കെ. അപ്പം ഇതിൻ്റെ ഒരു എനിക്ക് പറ്റിയേക്കുന്നത് എൻ്റെ ഈ കണ്ണടയാണ്. കണ്ണട വെക്കാതെ മുടി വെട്ടാനും പറ്റിയാൽ, കണ്ണട വെച്ചാലിട്ട് ഈ നമുക്കിത് സൈഡ് എടുക്കാനും പറ്റിയാൽ. അതുകൊണ്ട് എന്നാലും ഞാൻ ഇതുകൊണ്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം വെട്ടി. ആദ്യം മുട്ട അടിച്ചതിന് ശേഷം പിന്നെ 2 പ്രാവശ്യവും കൂടെ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ വെട്ടിയെടുത്തു കേട്ടോ. അത് മുട്ട പോലെ ആക്കിയില്ല. പിന്നെ എനിക്കൊക്കെ പ്രായമായില്ല, ഇനിയിപ്പോൾ പിള്ളേരെ പോലെ വലിയ ഭംഗിയൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മുട്ടയാക്കാതെ കൊണ്ട് ഇട്ടിട്ടൊരു വെട്ട്. ചിലപ്പോൾ അതത്ര കുറച്ച് 3-4 പ്രാവശ്യം വെട്ടി നമുക്കൊരു ശീലമായി കഴിഞ്ഞാൽ കൈയും കാലും ഒക്കെ കണ്ണും ഒക്കെ അതേ രീതിയിൽ പോയിക്കോളും. നമുക്കിത് കറക്റ്റായിട്ട് അതിൻ്റെ ആ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ക്ലിയറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പൊക്കോളൂ. ആ കോമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ്. 2 കോമ്പുണ്ട്. അത്
ഇത്ര മുള്ളു കൂടിയ മുടി വയ്ക്കും, നമുക്ക് ആ കോമ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടി മുടിയുടെ നീളം കുറയ്ക്കാനും സൈഡൊക്കെ കഴിയുന്നവർക്കാണെങ്കിൽ നമ്മുടെ മറ്റ് ഷേവിങ് സെറ്റൊക്കെ ഉപയോഗിച്ച് സൈഡൊക്കെ എടുക്കാൻ കഴിയും. സൈഡ് എടുക്കാനും ഇവരുടെ ഈ മെഷീൻ്റെ അകത്തൊരു കുഞ്ഞു സാധനം ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടതാണ് ഓൺലൈനിൽ കയറിയപ്പോൾ. ഞാനത് വാങ്ങിയില്ല, അതിനൊക്കെ പൈസയാവും. ഇതിനിപ്പോൾ 400 ചില്ലറ രൂപയായിട്ടാണ്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. നല്ല സാധനമാണ്. ഒരു 90 മിനിറ്റാണ് അവർ പറയുന്ന സമയം. പക്ഷേ ഞാൻ 90 മിനിറ്റൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. എന്നാലും ഞാൻ 1 മണിക്കൂറൊക്കെ ആദ്യം വെട്ടിപ്പോൾ 1 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നു. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമല്ലോ. അത് പിന്നെ ഇത് ഊരി തുടയ്ക്കാനൊക്കെ നമുക്ക് പറ്റും. അത് ഇതിൻ്റെ ഉള്ളിലത്തെ ചെറിയ മുടികളൊക്കെ ഇതിങ്ങനെ ഊരിയെടുക്കാനൊക്കെ പറ്റും. അതൊക്കെ ക്ലിയറായിട്ട് തുടയ്ക്കാനും ഒരു ബ്രഷൊക്കെ ഉണ്ട്. അതിന് ഈ ബ്രഷൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കണം. എന്തായാലും നല്ല സാധനമാണ്. ഞാനിതാരെയും ശരിക്ക് മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഇങ്ങനെ ഒരു സാധനം മേടിച്ചു, അത് എനിക്കിപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ കണ്ണട മാറ്റണം, അല്ലെങ്കിൽ കണ്ണ് മാറ്റണം എന്ന് നിങ്ങളോടൊന്ന് പറയുകയാണ്. ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിപ്പോൾ ബാർബർമാരൊക്കെ കേട്ട് കഴിഞ്ഞാൽ വലിയ വിഷമമാവും, അവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ. എൻ്റെ നാട്ടിൽ ഒരാളുണ്ട്, ഞാൻ സ്ഥിരം പോകുന്ന. പിന്നെ അവനെ സംബന്ധിച്ച് ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണിയാലോ, അവനുള്ളപ്പോൾ എനിക്ക് സമയം കാണിയാലോ. അപ്പോൾ പിന്നെ എൻ്റെ സമയത്തിന് സൗകര്യത്തിന് ചെയ്യാൻ എനിക്ക് ഭംഗിയും വേണ്ട. അത് തന്നെയല്ല 120 രൂപയും കൊടുക്കണ്ടേ. ഈ 3 മുടി ഇങ്ങനെ വെട്ടുന്നതിന് 120 രൂപയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് പറയാൻ കൊള്ളിയത്. കാരണം അവന് ഒരു തൊഴിലായിട്ടിരിക്കുന്ന ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുള്ളൂ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇത് ഇച്ചിരി അധികപ്പറ്റാണ്. ഈ 120 രൂപ, ഈ 4 മുടി വെട്ടുന്നതിന് ഈ 100 രൂപ ബാർബർമാർ ഒരു ഏകീകൃത കൂലിയാക്കിയത് മോശമായിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ മുട്ടത്തലയും കാഷ്ടി ആയിട്ടുള്ളവർക്കൊക്കെ അത് വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ പൗഡറോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. ആ മെഷീൻ വെച്ചൊരു വലിയ അങ്ങ് വലിച്ചാൽ പിന്നെ അതിൻ്റെ ബ്ലേഡിട്ട് കത്തി വെച്ചിട്ട് സൈഡും വേണമെങ്കിൽ ഒന്ന് ഒതുക്കി വെച്ചാൽ തീരുന്ന പണിയാണ്. 10 മിനിറ്റത്തെ പണിയുള്ളൂ. അതാ ഞാൻ നോക്കുമ്പോൾ അത് ഇച്ചിരി അധികം പറ്റാം. എന്നാൽ പിന്നെ ഇത് ഒരെണ്ണം അങ്ങ് മേടിക്കാം. നമ്മുടെ സമയത്ത് നമ്മുടെ സൗകര്യത്തിന് കാശുണ്ടോ ഇട്ടോ ഒന്നും നോക്കാതെ ചെയ്യാമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. കുഴപ്പമുണ്ടോ കൂട്ടുകാരെ അതിൽ?